ഏതായാലും കോൺഗ്രസിനെ മുഖ്യമന്ത്രി എന്ന മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും വലിയ ആത്മവിശ്വാസത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. കോൺഗ്രസിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള ശരിയായ നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ആ തീരുമാനം മുഴുവൻ കോൺഗ്രസുകാരും അംഗീകരിക്കും, ജനങ്ങളും അംഗീകരിക്കും, മാധ്യമങ്ങളും അംഗീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കും. അതൊക്കെ നേരത്തെ അടിച്ചതല്ലേ. അതൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമാണ്. മന്ത്രി പറയുന്നു ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന്. പക്ഷെ നമ്മളെ അനുഭവത്തിൽ, ഞാൻ തന്നെ വീട്ടില് അനുഭവത്തിൽ എല്ലാ ദിവസവും കറണ്ടിട്ടുണ്ട്. രാത്രിയുണ്ട്, പകലുമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അതിനേക്കാൾ നല്ലത് ഗവൺമെന്റ് തെളിച്ചു പറയുന്നതാണ്. ഇങ്ങനെ വൈദ്യുതി ക്ഷാമമുണ്ട്, പ്രശ്നമാണ്, വേനലാണ്, വലിയ ഉപയോഗമുണ്ട്, അതുകൊണ്ട് ഇന്ന നിയന്ത്രണം ഏർപ്പെടുത്തു എന്ന് പരസ്യമായിട്ട് ജനങ്ങളുടെ അടുത്ത് പറയാതെ ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. വൈദ്യുതി കട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈനംദിന ജീവിതത്തിൽ ഇപ്പം നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ പരസ്യം നൽകിയത് വലിയ ഇതായോ? അല്ല, ആ പരസ്യമല്ല ഞാൻ പറയുന്നത്. പവർക്കെട്ടില്ലാത്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലുള്ള പരസ്യം നൽകി. അപ്പോൾ അതിപ്പോ ഒരു പാരയായി മാറിയോ? അങ്ങനെയുള്ള പല പരസ്യങ്ങളും അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളായിരുന്നു, പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നു. അടിസ്ഥാനരഹിതമായ അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ പൊളിഞ്ഞ് ഇന്ന് അവരുടെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു, മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതാണ് വൈദ്യുതി രംഗത്തെ ഇപ്പോഴത്തെ അവസ്ഥ. അതിന്റെ പേരിനെ കുറിച്ചാണോ തർക്കം? റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെയാ പറഞ്ഞത്, പവർ കട്ട്. അതിനെ റെസ്ട്രിക്ഷൻ എന്ന ഓമന പേരിട്ട് മന്ത്രി വിളിച്ചാൽ നമ്മളെല്ലാം അനുഭവിക്കുന്നത്, നിങ്ങൾ അനുഭവിക്കുന്നത് എങ്ങനെയാ? രാത്രിയിൽ AC നിന്നു പോകുന്നു, ഫാൻ നിന്നു പോകുന്നു, ലൈറ്റ് പോകുന്നു, ഇതാണ് അനുഭവിക്കുന്നത്. അതിനെ മന്ത്രി റെസ്ട്രിക്ഷൻ എന്നും നമ്മൾ അതിനെ പവർ കട്ടെന്നും വിളിച്ചാൽ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന എന്താണ്?